ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ. സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറൊന്നല്ല, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു വഴുതനയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ കറി വെക്കുന്നത്. ഇത് എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നമ്മുടെ വീട്ടിൽ ചെറിയ പച്ചക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഒരു കറി വെച്ച് കഴിക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. അതിനൊരു പ്രത്യേക രുചിയുമാണ്. സോ ഇന്നത്തെ വഴുതന കൊണ്ട് നമുക്കൊരു വഴുതന തീയലാണ് ഉദ്ദേശിക്കുന്നത്. സിദ്ധു കാര്യമായിട്ട് അവിടെ നിന്ന് വഴുതന അരിയുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സാധാരണ തീരെ വെക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം കൃത്യമായിട്ട് അരിഞ്ഞ് പെറുക്കിയെടുക്കുക. ആദ്യം എണ്ണ വെച്ച് ചെറുതായിട്ട് എന്ത് ചെയ്യുക, തേങ്ങയൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് എന്ത് ചെയ്യുക, വറുക്കുക. ആവശ്യമുള്ള മസാലകളൊക്കെ അതിനകത്ത് നമുക്ക് ചേർക്കാം. അതൊന്ന് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചട്ടി എടുക്കുക, അതിനകത്ത് കടുക് വറുക്കുക, എണ്ണ ഒഴിക്കുക, കടുകിട്ട് വറുക്കുക, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തി ഇടുക. അത് കഴിഞ്ഞിട്ട് ആ മസാല തണുത്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. തണുത്തെങ്കിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, കറിവേപ്പിലേക്ക് ഇട്ട് നമ്മുടെ വഴുതന കൂടെ അതിനകത്തേക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ആ മസാല ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് കുറച്ച് പുളിവെള്ളവും അല്ലെങ്കിൽ പുളിക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ച് തക്കാളിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരച്ച മസാല എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒന്നും നമുക്ക് തിളയ്ക്കാൻ വെക്കാം. നമ്മൾ ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ സിദ്ധുവാണ് നമ്മളിന്ന് ടേസ്റ്റൊക്കെ നോക്കുന്നത്. അപ്പോഴേക്കും കറിയൊക്കെ തിളച്ചു. അപ്പം ഞാൻ പോയി ചോറ് കഴിക്കട്ടെ.